നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ കഠിനാധ്വാനം ചെയ്ത പണം എന്തിനാണ് ഞാൻ സർക്കാരിന് നൽകുന്നത് എന്ന്? നിങ്ങളുടെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ, നിങ്ങൾ വാഹനത്തിൽ പെട്രോൾ അടിക്കുമ്പോൾ, എന്തിന് നമ്മൾ ഭക്ഷണം വാങ്ങുമ്പോൾ പോലും നികുതി എന്ന പേരിൽ ഒരു തുക സർക്കാരിലേക്ക് കൊടുക്കുന്നത് എന്തിനാണെന്ന്? ഇത് വെറുമൊരു നിയമം മാത്രമാണോ? അതോ ഇത് നമ്മുടെ രാജ്യത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഒരു സംവിധാനമാണോ? നമ്മുടെ നികുതി പണത്തിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ എന്തിനാണ് അത് അടയ്ക്കുന്നത്? തുടങ്ങിയ ഒരു വ്യക്തി നിർബന്ധമായും അറിയേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദശലക്ഷക്കണക്കിന് ചലിക്കുന്ന ഭാഗങ്ങളുള്ള ഒരു ഭീമൻ യന്ത്രത്തെ നിങ്ങൾ സങ്കല്പിക്കുക. ഓരോ റോഡും, ഓരോ ട്രാഫിക് സിഗ്നലും, ഓരോ സ്കൂളും, ഓരോ ആശുപത്രിയും, ഓരോ പോലീസുകാരനും, ഓരോ സൈനികനും എല്ലാം ഈ യന്ത്രത്തിൻ്റെ ഭാഗങ്ങളാണ്. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ യന്ത്രം പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഒരു കാര്യം കൂടിയേ തീരൂ: പണം. നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല്, അതുപോലെ ഭക്ഷണത്തിന് വേണ്ട തുക, ഇവയ്ക്കെല്ലാം പണം ആവശ്യമുള്ളതുപോലെ ഒരു രാജ്യത്തിന് എല്ലാം പ്രവർത്തിപ്പിക്കാൻ പണം ആവശ്യമാണ്. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മളെപ്പോലെ, അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളെപ്പോലെ സർക്കാർ പണം സമ്പാദിക്കുന്നില്ല. സർക്കാരിൻ്റെ പ്രധാന വരുമാനം ജനങ്ങൾ നൽകുന്ന നികുതിയാണ്. അതുകൊണ്ടാണ് നികുതികൾ ഒരു രാജ്യത്തിൻ്റെ ഇന്ധനമാകുന്നത്. ഇനി എന്താണ് നികുതി? സർക്കാർ സേവനങ്ങൾ, സാധനങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയുടെ ചെലവുകൾ വഹിക്കുന്നതിന് വ്യക്തികളിൽ നിന്നോ ബിസിനസ്സുകളിൽ നിന്നോ തദ്ദേശ, സംസ്ഥാന, ദേശീയ സർക്കാരുകൾ ശേഖരിക്കുന്ന നിർബന്ധിത പേയ്മെന്റ് അല്ലെങ്കിൽ ചാർജാണ് നികുതി. രണ്ട് തരം നികുതികളുണ്ട്. ഒന്ന് ഡയറക്റ്റ് ടാക്സ് അഥവാ നേരിട്ടുള്ള നികുതി. നിങ്ങളിത് നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് നേരിട്ട് അടയ്ക്കുന്നു. ഉദാഹരണത്തിന് ഇൻകം ടാക്സ് അഥവാ ആദായ നികുതി. രണ്ട്, പരോക്ഷ നികുതി. നിങ്ങൾ വാങ്ങുന്ന വസ്തുക്കളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന നികുതി. ഉദാഹരണത്തിന് ഭക്ഷണം, പെട്രോൾ, മൊബൈൽ റീചാർജ്, വസ്ത്രങ്ങൾ എന്നിവയിലൂടെ നമ്മൾ അടയ്ക്കുന്ന ചരക്ക് സേവന നികുതി അഥവാ GST. അതായത് നിങ്ങൾ ഒരിക്കലും ആദായ നികുതി അടച്ചിട്ടില്ലെങ്കിലും GST വഴി നിങ്ങൾ ഇപ്പോഴും എല്ലാ ദിവസവും നികുതി അടയ്ക്കുന്നു. ഇങ്ങനെ നമ്മൾ അടയ്ക്കുന്ന നികുതി പണം എവിടേക്കാണ് പോകുന്നത്? എല്ലാവർക്കും ജിജ്ഞാസയുള്ള ഭാഗമാണിത്. റോഡുകൾ, ഫ്ലൈ ഓവറുകൾ, മെട്രോകൾ, എക്സ്പ്രസ് വേകൾ, തുരങ്കങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ എല്ലാം നികുതി പണം ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണ്. അതായത് നികുതിയില്ലെങ്കിൽ നമ്മുടെ ദൈനംദിന യാത്ര ഒരു പേടി സ്വപ്നമായിരിക്കും. സർക്കാർ സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകരുടെ ശമ്പളം, ഉച്ചഭക്ഷണം, വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകൾ ഇതെല്ലാം നടക്കുന്നത് ഈ പണം ഉപയോഗിച്ചാണ്. ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് നികുതിദായകർ കാരണമാണ്. സർക്കാർ ആശുപത്രികൾ, വാക്സിനുകൾ, അടിയന്തര സേവനങ്ങൾ, സൗജന്യ പ്രവർത്തനങ്ങൾ, അതിർത്തികൾ കാക്കുന്ന സൈനികർ, നിങ്ങളുടെ നഗരത്തെ സംരക്ഷിക്കുന്ന പോലീസ്, ദുരന്ത നിവാരണ സംഘങ്ങളുടെ പ്രവർത്തനം, അവരുടെ ഉപകരണങ്ങൾ, പരിശീലനം, ശമ്പളം, തെരുവ് വിളക്കുകൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, പാർക്കുകൾ, ജലവിതരണം, വൈദ്യുതി, വെള്ളം തുടങ്ങി ഒരു നഗരത്തെ സജീവമായി നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾ, ദരിദ്രർക്കുള്ള ക്ഷേമ പദ്ധതികൾ, സൗജന്യ റേഷൻ, മുതിർന്നവർക്കുള്ള പെൻഷൻ, ഭവന പദ്ധതികൾ, കർഷകർക്കുള്ള പിന്തുണ. അങ്ങനെ നികുതിപ്പണം ദശലക്ഷക്കണക്കിന് ആളുകളെ അതിജീവിക്കാൻ സഹായിക്കുന്നു. കോടതികൾ, ജഡ്ജിമാർ, മന്ത്രിമാർ, സർക്കാർ ജീവനക്കാർ എല്ലാവർക്കും നികുതിയിൽ നിന്നാണ് ശമ്പളം ലഭിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ ജനങ്ങളുടെ നികുതിപ്പണം ഒരു യന്ത്രത്തിലെ എണ്ണ പോലെ രാജ്യത്തെ മുഴുവൻ നയിക്കുന്നു. ചിലർക്ക് ഉണ്ടാകാനിടയുള്ള ഒരു സംശയം: ഞാൻ സർക്കാർ ആശുപത്രികളോ സ്കൂളുകളോ ഉപയോഗിക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിന് നികുതി അടയ്ക്കണം? നിങ്ങൾ പോകുന്ന വഴി, രാത്രിയിൽ തെരുവ് വിളക്കുകൾ, നിങ്ങളെ സംരക്ഷിക്കുന്ന പോലീസ്, വൈദ്യുത സംവിധാനങ്ങൾ, ശുദ്ധജലം, ക്രമസമാധാനം പാലിക്കുന്ന കോടതികൾ. അതായത് സർക്കാരിൻ്റെ ഈ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ നിങ്ങൾക്ക് ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയില്ല. നിങ്ങളുടെ നികുതിപ്പണം നിങ്ങളെ ഓരോ നിമിഷവും സംരക്ഷിക്കുന്ന അദൃശ്യ പിന്തുണാ സംവിധാനത്തെ സൃഷ്ടിക്കുന്നു. ആരും നികുതി അടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സീറോ ടാക്സ് ഉള്ള ഒരു ലോകം നമുക്കൊന്ന് സങ്കല്പിച്ചു നോക്കാം. അങ്ങനെയൊന്ന് പ്രാബല്യത്തിലായാൽ മാസങ്ങൾക്കുള്ളിൽ റോഡുകൾ തകരുന്നു, ഒരിക്കലും നന്നാക്കില്ല. സർക്കാർ സ്കൂളുകൾ അടയ്ക്കുന്നു, ആശുപത്രികളിൽ മരുന്ന് തീരുന്നു, പ്രവർത്തനം നിലയ്ക്കുന്നു. പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും പ്രവർത്തനം നിലയ്ക്കുന്നു. നഗരങ്ങളിൽ മാലിന്യം കുന്നുകൂടുന്നു, പൊതുഗതാഗതം തകരുന്നു. വിളക്കുകളില്ല, സുരക്ഷയില്ല, നീതിയില്ല, നീതി തരാൻ കോടതികളുമില്ല. രാജ്യം കുഴപ്പത്തിലേക്ക് നീങ്ങുന്നു. ജീവിതം അപകടകരവും അസ്ഥിരവുമാകുന്നു. സുഗമമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൻ്റെ എഞ്ചിൻ ഊരിയെടുത്താൽ എങ്ങനെയുണ്ടാകും? അതുതന്നെ അവസ്ഥ.
മിക്ക ആളുകളും നികുതി അവരിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുന്നതായി കരുതുന്നു. എന്നാൽ നിങ്ങൾ താമസിക്കുന്ന രാജ്യത്ത് നികുതി നിങ്ങളുടെ നിക്ഷേപം കൂടിയാണ്. നമ്മൾ പണം നഷ്ടപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, രാജ്യത്തെ നിർമ്മിക്കുകയാണ്. മികച്ച റോഡുകൾ, സുരക്ഷിത നഗരങ്ങൾ, മികച്ച വിദ്യാഭ്യാസം, ശക്തമായ പ്രതിരോധം, കൂടുതൽ അവസരങ്ങൾ. എത്തേണ്ടിടത്തെത്തിയാൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ദശലക്ഷക്കണക്കിന് ആളുകളെ ജനങ്ങളുടെ നികുതി സഹായിക്കും. അതിനാൽ അടുത്ത തവണ നികുതി അടയ്ക്കുമ്പോൾ നമുക്ക് ഓർമ്മിക്കാം, നമ്മളൊരു കുട്ടിയെ സ്കൂളിൽ പോകാൻ സഹായിക്കുന്നു, അതിർത്തിയിലെ ഒരു സൈനികനെ പിന്തുണയ്ക്കുന്നു, ജീവൻ രക്ഷിക്കുന്ന ആശുപത്രികൾക്ക് ധനസഹായം നൽകുന്നു. എല്ലാത്തിനുമുപരി നമ്മൾ വീട് എന്ന് വിളിക്കുന്ന രാഷ്ട്രത്തെ നിർമ്മിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മടിക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്